കന്യാസ്ത്രീകൾക്കെതിരായ NIA കേസ് നിലനിൽക്കില്ല എന്ന നിയമവിദഗ്ധർ. ചട്ടങ്ങൾ പാലിക്കാതെയാണ് കേസ് NIAക്ക് കൈമാറിയത്. ഇതിനെതിരെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കന്യാസ്ത്രീകളും കത്തോലിക്ക സഭയും. മനുഷ്യക്കടത്തെന്ന ഷെഡ്യൂൾഡ് കുറ്റം ചുമത്തിയതോടെയാണ് കന്യാസ്ത്രീമാർക്കെതിരായ കേസ് NIA കോടതിയിലേക്ക് എത്തിയത്. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ ഇനി കേസ് അന്വേഷിക്കേണ്ടത് NIA ആണെന്നും പറയുന്നു. പക്ഷേ കേസ് NIAക്ക് വിടുന്നതിനായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. NIA നിയമത്തിലെ 6-ാം വകുപ്പിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. NIAക്ക് കൈമാറേണ്ട കേസിനെ കുറിച്ച് ആദ്യം സംസ്ഥാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് വിവരം നൽകണം. അവിടെ കൗണ്ടർ ടെററിസം ആൻഡ് റാഡിക്കലൈസേഷൻ ഡിവിഷൻ കേസെടുക്കാൻ 15 ദിവസത്തിനകം ഉത്തരവിറക്കണം. ഇതൊന്നും കന്യാസ്ത്രീകളുടെ കേസിൽ സംഭവിച്ചിട്ടില്ല. കേന്ദ്രാനുമതി ഇല്ലാതെ എടുക്കുന്ന കേസുകൾ നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതിയുടെ മുൻകാല വിധികളിൽ വ്യക്തമാണ്. മനുഷ്യക്കടത്ത് നടന്നിട്ടില്ലെന്ന് പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും സത്യവാങ്മൂലം നൽകിയ സാഹചര്യത്തിൽ പ്രാഥമികമായ തെളിവുകൾ പോലും കേസിലില്ല. എന്നിട്ടും പന്ത് NIAയുടെ കോർട്ടിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. ഊഹാപോഹങ്ങളുടെ പേരിൽ മാത്രമെടുത്ത കേസെന്നാണ് കന്യാസ്ത്രീമാർക്ക് ജാമ്യം നൽകിക്കൊണ്ട് പ്രത്യേക NIA കോടതി നിരീക്ഷിച്ചത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ എടുത്ത കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സഭാവൃത്തങ്ങൾ. ഛത്തീസ്ഗഡിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.